കിടക്കുന്ന സമയത്തിൽ ഉറക്ക് കിട്ടാതെ നിരവധി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞു ഇങ്ങനെ കിടക്കാറുണ്ട്. ഉറക്ക് ശരിയായി കിട്ടാൻ വല്ല ദിക്റുണ്ടോ എന്ന് ഓരങ്ങനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ദിക്ർ പറഞ്ഞുതരാം. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഈ ദിക്റിനെ ഉറക്കം വരാതെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഈ ദിക്ർ ചൊല്ലി നിങ്ങൾ നിങ്ങളുടെ കൈവെള്ളയിലേക്ക് ഊതി ശരീരം തടവി നിങ്ങൾ ഉറങ്ങി നോക്കൂ. ഇൻഷാ അല്ലാഹ് നല്ല റാഹത്തുള്ള ഉറക്കം ലഭിക്കും. രാത്രി കിടക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅ്നിഹി. തനിക്ക് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഇസ്ലാമിൽ പെട്ടതാണ്. എന്ന് വെച്ചാൽ അവന്റെ ദീനിൽ പെട്ടതാണ്. ആവശ്യമില്ലാത്ത ഇടങ്ങളിലൊക്കെ പോയിട്ട് സ്വന്തം അഭിപ്രായം പറയാം, എല്ലാ വിഷയങ്ങളിലും പോയി തലയിടുക. ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് പരിശുദ്ധമായ ദീനിനോ അല്ലെങ്കിൽ എൻ്റെ ദീനിന്റെ വിഷയത്തിനോ എന്തെങ്കിലും നന്മയുണ്ടോ, അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഹൈറായ ഹലാലായ ഭൗതികമായ വല്ല നേട്ടവും കിട്ടുന്നുണ്ടോ? ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പോയി തലയിടുന്നത് അങ്ങേയറ്റം മോശം സ്വഭാവം. എല്ലായിടത്തും കയറി മെയിനാകുക എന്ന് പറയുന്നത് പല ആളുകളും വിചാരിക്കും അത് അഭിമാനമാണ്. അതൊരിക്കലും അഭിമാനമല്ല, അതൊന്നാം നമ്പർ അപമാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രം നമ്മൾ കയറി ഇടപെടുക. നമ്മൾ ഇടപെട്ടത് കൊണ്ട് ഒരു കാര്യമില്ല എന്നാണെങ്കിൽ അവിടെയൊക്കെ പോയി ഇടപെടാതിരിക്കുക എന്നതാണ് ഈമാനുള്ള മനുഷ്യന്മാർ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം, ഇത് ഇന്ന് മുതലങ്ങ് പറയാൻ തുടങ്ങിക്കോ. ഈ പറയുന്ന ദിക്ർ നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്ത് മരിക്കുന്ന കാലം വരെ നിലനിർത്തി തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞൂടെ? ഇല്ലേ, ആ സൂറത്തുൽ കഹ്ഫിനകത്ത് അള്ളാഹു 2 ചെറുപ്പക്കാരുടെ ചരിത്രം പറയുന്നുണ്ട്. അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കൃഷിയിടം മുഴുവനും തൻ്റെ വിളവുകളൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരാളോട് പറയുന്നുണ്ട്, ഒറ്റ ദിക്ർ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കിത് നഷ്ടപ്പെടില്ലായിരുന്നു. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കിക്കോ, ചരിത്രം പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ ദിക്ർ പറഞ്ഞു തരാം. മാഷാ അല്ലാ പറഞ്ഞോ, മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. ഒന്ന് പറഞ്ഞേ. അത് ഓട്ടോയുടെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ല, വണ്ടിയുടെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ല. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. വീട്ടിൽ കയറുമ്പോൾ പറയുന്നുണ്ടോ, വീട് നിലനിൽക്കും. കാറിൽ കയറുമ്പോൾ പറയുന്നുണ്ടോ, കാറ് നിലനിൽക്കും. കടയിൽ കയറുമ്പോൾ പറയുന്നുണ്ടോ, കട നിലനിൽക്കും. ജോലിക്ക് പോകുമ്പോൾ പറയുന്നുണ്ടോ, ജോലി നിലനിൽക്കും. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹു നൽകിയ നിഅമത്ത് അല്ലാഹു നിലനിർത്തി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി